മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇതോണെ കാര്യങ്ങൾ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് SDP ആണ് അല്ലേ? മഞ്ചേശ്വരത്ത് അവിടെ നമ്മുടെ കെ സുരേന്ദ്രജി അല്ലേ BJP സ്ഥാനാർത്ഥി? അതെ അതെ. BJPയുടെ ഏക പ്രതീക്ഷയുള്ള സീറ്റ്, നിയമത്തെക്കാൾ പ്രതീക്ഷയുള്ള സീറ്റ്, നിയമവും പാലക്കാടിനേക്കാളൊക്കെ പ്രതീക്ഷയുള്ള സീറ്റാണ് മഞ്ചേശ്വരം. കാരണം കഴിഞ്ഞ പ്രാവശ്യം 89 വോട്ടാന്ന് തോന്നുന്നില്ല. അതിനു മുൻപ് അദ്ദേഹം മത്സരിച്ചിരുന്നത് കോന്നിയിലും മഞ്ചേശ്വരത്തുമായിരുന്നു. അന്ന് അദ്ദേഹം അല്ല ഇപ്പൊ എനിക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ ടൈപ്പ് കൊണ്ട് കോന്നിയില് അവിടെ എവിടെയില്ല മത്സരിച്ചത്, മഞ്ചേശ്വരത്തല്ലല്ലോ. എനിക്കൊന്ന് ഒന്നാം പിണറായി സർക്കാരിനകത്തില്ലായിരുന്നു അദ്ദേഹം മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിച്ചു. അത് ഒരു സ്ഥലത്തായിരുന്നു മത്സരിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ വിജയിക്കാമായിരുന്നു അല്ലെ? അത്രയ്ക്കൊക്കെ ആവേശമായിരുന്നു. അത്രയ്ക്ക് ആവേശമായിരുന്നു. അത് ശബരിമല വിഷയം യഥാർത്ഥത്തിൽ ശബരിമല വിഷയത്തിനകത്ത് ശാപമാണോ പുള്ളി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംശയമുണ്ട്. അതെ, അതാണെന്ന് അവിടെ നടത്തിയ കോലാഹലങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത പുള്ളിയല്ലേ? അതെ, അതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം തുടരെ ജസ്റ്റിന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ചുരുക്കം വോട്ടുകൾക്ക് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും ഈ അയ്യപ്പന്റെ ശാപം പുള്ളി കേൾക്കുമോ ഇത്തവണ എന്ന് കാര്യങ്ങൾ? കാരണം പുള്ളിയുടെ അതേ പേരിൽ CK സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു അപരനെ കൊണ്ടുവരുത്തിട്ടുണ്ട്. അതുകൊണ്ട് AK മഷ്റഫിന്റെ പേരിൽ അപരനുണ്ടല്ലോ, അപരനുണ്ട്. അപ്പോ ഇത്തവണ ഈ അപരന്മാരെ പിടിക്കുന്ന വോട്ട് ഒരു പ്രധാന വിഷയം, നിർണായക വിഷയമാണ്. ഇത്തവണ കാര്യങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്നത് കേരളത്തിലെ വലിയൊരു MP അടക്കം ആ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളതാണ്. അദ്ദേഹം പരാജയപ്പെടാനായിട്ടുണ്ടായിരുന്ന അപരനായിരുന്നു. ഇത്തവണ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് SDP ആണ്. കാരണം അറിയാമല്ലോ, നമുക്കറിയാലോ SDP വലിയ സ്വാധീനമാണല്ലേ. SDP സ്വാധീനമല്ല, എഡ്ജ് വരുന്ന മണ്ഡലങ്ങളിൽ, ഇങ്ങനെ എഡ്ജ് വരുന്ന മണ്ഡലങ്ങളിൽ അവർ നേടുന്ന വോട്ട് അവർ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്ന അവരുടെ അജണ്ട പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ട നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന. പോപ്പുലർ ഫ്രണ്ട് ഇല്ലാതായപ്പോൾ SDPI ആയി. അവരുടെ അജണ്ട എന്ന് പറയുന്നത് മുമ്പൊക്കെ ഇതൊരു സംഭവം ഉണ്ടായിരുന്നില്ല, PDP എന്നുള്ള പേരിൽ. അത് NDF എന്നുള്ള പേരിലല്ലേ അവർ സ്റ്റാർട്ട് ചെയ്തത്. നാദാപുരത്ത് അങ്ങനെയുള്ള പേരിലാണ് സ്റ്റാർട്ട് ചെയ്തല്ലോ. എന്നിരുന്നാലും നമ്മളെ ഇവരെയൊക്കെ മദനിയുടെ ആയിരുന്നു PDP. അപ്പൊ നമ്മൾ ഇവരെയൊക്കെ അഭിനന്ദിക്കേണ്ടതല്ലേ ശരിക്കും? കാരണം ഇവര് നിലപാടൊന്നേ ഉള്ളൂ. അവരത് വെട്ടി തുറന്നുകൊണ്ട് പറയുകയാണ്, ഉള്ള കാര്യങ്ങൾ അവർ വെട്ടി തുറന്നുകൊണ്ട് പറയുകയാണ്. മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർ തുറന്നു. അവരെ വേണ്ടല്ലോ. അത് ഒരു പക്ഷേ നമ്മൾ പറയുന്നതല്ലേ എല്ലാവർക്കും അവരെ വേണ്ടായിരിക്കും. കാരണം അവർക്ക് മൈൽഡ് ആയിട്ടുള്ള മറ്റൊരു സംഘടനയുണ്ട്. ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഇപ്പം എല്ലാം ഒരു തൂവൽ പക്ഷികളാണല്ലോ. നമ്മളിപ്പോ RSSനെയും ഹിന്ദു മഹാസഭയും എല്ലാം ഒരേ തൂവൽ പക്ഷികളായിട്ടല്ലേ പറയുന്നത്. RSSനൊക്കെ അങ്ങേയറ്റം അവജ്ഞയോടുകൂടിയാണല്ലോ ഈ മുസ്ലിം ലീഗിനെ കാണുന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ CPIMനെയും CPIMLനെയും ലെനിനിസ്റ്റുകളെയും മാർക്സിസ്റ്റുകളെയും ഒക്കെ ഒരേ തൂവൽ പക്ഷികളായിട്ടല്ലേ കാണുന്നത്. ഇല്ല, പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇപ്പം CPM തന്നെ CPIML എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പൊ വയനാട്ട് ആ വെടിവെപ്പ് തന്നെ അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദു മഹാസഭയും RSSും ഒക്കെ രണ്ടായിട്ട് കണക്കാക്കും. ഒറ്റ തന്നെ. അപ്പൊ ഇതെല്ലാം ഒരു ഫ്രെയിമിലുള്ള ഒരു സംഘടനകൾ തന്നെയാണ്. മതമാണ് പ്രധാനം. അത് അവർ തുറന്നു പറയുന്നുണ്ടല്ലോ. മതമാണെന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. നമ്മൾ അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അവരില്ലാത്ത മതേതരത്വം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കമ്പിളിപ്പിക്കുന്നില്ലല്ലോ. ആവശ്യകത ഒന്ന് മാത്രമേ ഉള്ളൂ. അവരെന്തിനു വേണ്ടിയിട്ടാണ്? ആ സ്ഥിതിക്ക് കെ സുരേന്ദ്രൻ വെള്ളം കുടിക്കും. കെ സുരേന്ദ്രൻ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചല്ലോ. SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണ്? UDFന്റെ പല നേതാക്കന്മാരും തങ്ങളെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞത് SDPയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് പിൻവലിക്കാൻ പറഞ്ഞത്. ഒരുപക്ഷെ SDPI സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആർക്കായിരുന്നു ഗുണം ചെയ്യുക? കെ സുരേന്ദ്രൻ തന്നെയാണ് ഗുണം ചെയ്യുക. ഇപ്പൊ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് കൊണ്ട് അത് ഒരു പക്ഷേ കെ സുരേന്ദ്രനെ അഫക്ട് ചെയ്തേക്കാം അല്ലെ? ആ ഒരു വോട്ട് കൂടി അവിടെ മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത്. AK മഷ്റഫാണ് മത്സരിക്കുന്നത്. അതിന് മുന്നേ മത്സരിച്ചിട്ടുള്ളത് നമ്മുടെ MC അപരനുണ്ട്. അത് സ്വാഭാവികമായിട്ട് അപരനുണ്ട്. പിന്നെ അത് അതിന് മുൻപ് മത്സരിച്ചിരുന്നത് MC കമറുദ്ദീനായിരുന്നു. MC കമറുദ്ദീന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നില്ലേ? ഈ കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കെ സുരേന്ദ്രൻ. അപ്പൊ താൻ അന്ന് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കണമെന്നുള്ള തീരുമാനം എടുത്തിട്ട് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ എന്തെങ്കിലും കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല അതിലേക്ക് കുറിച്ച് നോക്കേണ്ട. ആയിക്കോട്ടെ, അതായത് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ ആ നാട്ടിലെ ഒരു വിഷയം കേന്ദ്രത്തിനോട് അവതരിപ്പിക്കാനും അതോടെ കൊണ്ടുവരാനും സാധിക്കത്തില്ല. അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അധികാരമില്ലെന്നല്ലേ പറയുന്നത്. അധികാരമൊന്നും കൈയാളുന്നില്ല. അധികാരം കൈയാളിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ തങ്ങൾക്ക് എന്തെങ്കിലും കേന്ദ്രത്തോട് പറഞ്ഞ് ചെയ്യാൻ കഴിയുമെന്നല്ലേ അദ്ദേഹം പറയുന്നത്. ഒരു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു ചെറിയ BJP ഭരണമില്ലല്ലോ. ഭരണമില്ലെങ്കിൽ കൂടി അവർക്ക് അവരുടെ ഒരു പദ്ധതി കൊണ്ടുവരുന്നില്ല. ഇപ്പൊ കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുപോയി എയിംസിന് വേണ്ടി ഇവിടെ അങ്ങനെയാണെങ്കിൽ അധികാരത്തിൽ കയറിയിട്ടല്ലേ സുരേഷ് ഗോപി പറഞ്ഞത്? അതല്ല നമ്മുടെ എയിംസ് കൊണ്ടുവരും. നമ്മുടെ PM ശ്രീ പദ്ധതി എന്തായി? അവിടെ
ലിങ്ക് ചെയ്തില്ലേ? അത് ലിങ്ക് ചെയ്ത് എത്ര പിന്നീട് വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോഴല്ലേ അത് മാറ്റിയത്. അതാണ് ഞാൻ പറയുന്നത്. ഓരോ പദ്ധതി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പറയും അത് സംഘപരിവാറിന്റെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്, സംഘപരിവാറിന്റെ ഒളിക്കളികൾ ഇതിന് പിന്നിലുണ്ട്. അത് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഈ പറയുന്ന PM-ശ്രീ നമ്മൾ എന്തോ ഒളിച്ചു കളിയാണെങ്കിൽ നടപ്പിലാക്കിയില്ലേ അത്? അല്ല നടപ്പിലാക്കിയിട്ട് പിന്നെ ഇത്രയധികം മാധ്യമ പ്രശ്നങ്ങൾ വന്നപ്പോഴും മറ്റുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ഉണ്ടാക്കിയപ്പോഴല്ലേ അവിടെ പോയി. അതാണ് മാറ്റാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ അത് ഒളിഞ്ഞും തെളിഞ്ഞും അതിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഏത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിന് പ്രതിപക്ഷ കക്ഷികൾ, ഭരണകക്ഷി ആയിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ, നല്ല രീതിയിൽ എതിർക്കും. അത് തന്നെയാണ് PM-ശ്രീയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ട് പോലും ഇപ്പൊ തടഞ്ഞു വെച്ചിട്ടില്ല. അതെന്തിനാ തടയുന്നത്? ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ തന്നെ തടയാൻ നിൽക്കുന്നില്ല. അല്ല, ഇത് ആൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേന്ദ്രീയ വിദ്യാലയം എല്ലാം PM-ശ്രീ ആക്കി. കേന്ദ്ര വിദ്യാലയം ആരാ ഫണ്ട് ചെയ്യുന്നത്? അത് കേന്ദ്രം. സംസ്ഥാനത്ത് എന്തോ സംസ്ഥാന പല സ്കൂളുകളും ഈ PM-ശ്രീയുമായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ PM-ശ്രീയുടെ ഈ പറയുന്ന അതെല്ലാം പ്രധാനമന്ത്രിയുടെ പേര് കൊണ്ടുവെക്കുക എന്നുള്ളതാണല്ലോ ഇവിടെ ഉദ്ദേശം. അല്ല, ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലല്ല KV സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ പേര് മാത്രമാണ് നമ്മൾ കാണുന്നത്. അവിടെ ലിങ്ക് ചെയ്ത പേര് മാത്രമാണ് കാണുന്നത്. ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്തായിട്ട് നമ്മൾ കാണുന്നില്ല. അതിപ്പോ കേരളത്തിലെ അല്ലാതുള്ള സ്കൂളുകളെല്ലാം പോയി നോക്ക്, സർക്കാർ സ്കൂളുകളെല്ലാം നോക്ക്, ഡെവലപ്പായിട്ടുണ്ട്. ഇവിടുത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളെക്കാൾ ഭംഗിയാണ്. അതൊരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. 100% എനിക്ക് പറയാൻ കഴിയും. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മളെല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങളെക്കാൾ പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് സ്കൂളുകൾ പഠിച്ചിട്ടുള്ളത്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ തൊഴിൽ ലഭിക്കണ്ടേ? ഇത്രമാത്രം മികച്ചതാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ തരുന്നത്? അതിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് മൈഗ്രേഷന്റെ ഭാഗമായിട്ടിരിക്കുക. മൈഗ്രേഷൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നത് ഇപ്പൊ UP-യിലും ബീഹാറിലും ഒക്കെയാണ്. അല്ല, അവരാരും അവകാശപ്പെടുന്നില്ലല്ലോ. നമ്പർ 1 ആണെന്ന് അവരാരും അവകാശപ്പെടുന്നില്ലല്ലോ. കേരളം അവകാശപ്പെടുന്നുണ്ട്. അത് സ്കൂളുകളെ ആതുരാലയങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് കേരളം അവകാശപ്പെടുന്നത്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇത്ര മികച്ച ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിൽ ഇത്ര മികച്ച ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിയും തന്റെ രാജ്യത്ത് നിന്നുകൊണ്ടോ തന്റെ സംസ്ഥാനത്ത് നിന്നുകൊണ്ടോ പുറത്തു പോകാൻ ആഗ്രഹിക്കില്ല. അല്ലെങ്കിൽ പുറം രാജ്യങ്ങൾ തേടി പോവില്ല. വിദ്യാഭ്യാസത്തിനായാലും പോവില്ല, ഹയർ സ്റ്റഡീസ് ആയാലും പോവില്ല, ജോലി തേടി പോവില്ല. ഇന്നതാണോ നമ്മുടെ കോഴ്സുകളുടെ കാഴ്ച? അപ്പൊ കോഴ്സുകളിലേക്ക് വരുമ്പോൾ കോഴ്സുകളുടെ ഇപ്പോഴും പഴയ കാലത്തെ BA BCom BSc അപ്പൊ വിദ്യാഭ്യാസ നിലവാരം ഇല്ല എന്നുള്ള അംഗീകരിക്കുന്നത്. അത് ഞാൻ അതൊക്കെ UGC-ക്ക് പരിഷ്കരിച്ചു. അല്ല, അങ്ങനെ വിദ്യാഭ്യാസ നിലവാരം UGC-ക്ക് പഠിക്കാം, NCERT-ക്ക് ചെയ്യാം. NCERT ആരുടെ? അല്ല, ഞാൻ ചോദിക്കുന്നത് സംസ്ഥാന സിലബസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന പോലെ ക്വാളിറ്റി ഇല്ല. സംസ്ഥാന സിലബസ് ആരാ നിയന്ത്രിക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റ് ആണ്. അപ്പൊ ഈ സംസ്ഥാന ഗവൺമെന്റ് സിലബസുകൾക്ക് ക്വാളിറ്റി ഇല്ല എന്നുള്ളതിന്റെ വ്യക്തതയല്ലേ ഇതേ വിദ്യാർത്ഥികൾ ഈ പറയുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്? അല്ലെ? പ്രാഥമിക വിദ്യാഭ്യാസം തന്നെ ആ ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരണം. അത് ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരാത്ത കൊണ്ടല്ലേ ഇത്രമാത്രം കുടിയേറ്റങ്ങൾ കേരളത്തിൽ. ഇത്രയധികം ബിൽഡിംഗുകൾ കെട്ടി വെച്ചിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസ നയം മാറ്റണം. അത് ശരിയാണ്. ഇവിടുന്ന് 10ാം ക്ലാസ് വരെ പാസ്സായൊക്കെ മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ പറ്റില്ല. അറിയില്ല. 10ാം ക്ലാസ് അല്ല, ഡിഗ്രി അല്ല, ഏത് കഴിഞ്ഞാലും പറ്റും. അപ്പൊ ആരുടെ കുഴപ്പം? അപ്പൊ എല്ലാം നമ്പർ 1 ആണെന്ന് നമ്മൾ കെട്ടിഘോഷിക്കുന്നത് തെറ്റല്ലേ? തെറ്റാണ്, തീർച്ചയായിട്ടും. അതാണ് പറയുന്നത്. ഇനി വരുന്ന നമ്മൾ മഞ്ചേശ്വരത്തേക്ക് കടന്നു വന്നിട്ടുണ്ടോന്നുണ്ടെങ്കിൽ മഞ്ചേശ്വരത്തെ വിജയം നിശ്ചയിക്കുന്നത് STP തന്നെയാണ്. ആ STP സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടി വരെ വിളിച്ചു എന്നുള്ളതാണ് ആ സ്ഥാനാർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കെ സുരേന്ദ്രനെ കുറിച്ച് വിയർക്കേണ്ടി വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ ഉറപ്പായിട്ടും വിജയിക്കേണ്ടി വരും. കാരണം STP വിയർക്കേണ്ടി വരും. അല്ല, അതാ ഞാൻ പറഞ്ഞു, വിയർക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AK അഷ്റഫിന്റെ വിജയത്തിലേക്ക് അത് കലാശിക്കും. ആ മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോളറൈസേഷൻ നിലനിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഏറ്റവും കൂടുതൽ പോളറൈസേഷൻ ഈ പറയുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിലെ തൊട്ടടുത്ത് മംഗലാപുരം എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ കർണാടകയിലെ, ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ജി ശ്രീരാം വിളിക്കാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ എന്തോ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ഒരു സ്ലോഗൻ മുഴക്കി എന്നുള്ള പേരിൽ ഒരു വ്യക്തിയെ കൊന്നത്. ഹിന്ദുത്വവാദികൾ കൊന്നത്. അതും ആ ഒരു പോളറൈസേഷന്റെ അതേ എഫക്ട് തന്നെ മഞ്ചേശ്വരത്തും നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഈ മഞ്ചേശ്വരത്തെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആര് വിജയിക്കണം എന്നുള്ള കാര്യം നിശ്ചയിക്കുന്നത് STP ആണ്. STPയുടെ പിന്തുണയുടെ ഫലം അനുസരിച്ചിരിക്കും. കേരളത്തിൽ ഏറ്റവും വലിയ സ്വാധീനം SDPക്ക് ഉള്ളത് മഞ്ചേശ്വരത്താണ്. സ്വാധീനം ഉള്ളതെന്ന് പറയാൻ കഴിയില്ല. കാരണം ആ ഒരു BJPക്കും ഈക്വൽ സ്വാധീനമുണ്ട്, മുസ്ലിം ലീഗിനും തുല്യ സ്വാധീനം. BJP ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ SDP അവിടെ മുന്നിട്ട് ഇറങ്ങത്തില്ല. അന്നേരം അത് മുന്നിട്ട് ഇറങ്ങുമെന്നാണ് പറയുന്നത്. അവർ തന്നെയാണ് പറയുന്നത്. അവിടെ ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളൊന്നുമില്ല. ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. മതേതരത്വം പറയാനൊന്നും പറ്റത്തില്ല. മതേതരത്വം പറയാൻ കഴിയില്ല. അപ്പൊ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്നിരുന്നാലും STPയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് കൊണ്ട് AK അഷ്റഫിന്റെ വിജയത്തിലേക്ക് കലാശിക്കുമോ അതോ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഒറ്റയ്ക്ക് കെ സുരേന്ദ്രൻ ഭൂരിപക്ഷം നേടുമോ എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. വരുന്ന എന്തായാലും അങ്ങനെ നേടുവാണെന്നുണ്ടെങ്കിൽ അതൊരു മികച്ച വിജയമായിരിക്കും. 83 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 2 സീറ്റിൽ നിന്നുകൊണ്ട് ഇന്ത്യ മൊത്തം വിജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി അത് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഈ പറയുന്ന മഞ്ചേശ്വരം പോലുള്ള ഒരു മണ്ഡലങ്ങൾ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് നമുക്ക് കരുതുന്നു.